പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ DTDC ആണോ ഇന്ത്യ പോസ്റ്റ് ആണോ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊന്നും ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തില്ല, ജസ്റ്റ് പറഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, പ്രൈസിങ് വരുന്നത് ഇന്ത്യ പോസ്റ്റിന് വരുന്നത് ഏറ്റവും മിനിമം ചാർജ് എന്ന് പറഞ്ഞാൽ 500 ഗ്രാമിൽ താഴെ വരുന്നതും 42 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ഇൻസൈഡ് കേരള ആണ്, നമുക്ക് ഔട്ട്സൈഡ് ആണെങ്കിലും ഈ റേറ്റ് തന്നെയാണ് വരുന്നത്. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും മിനിമം ചാർജ് എന്ന് പറഞ്ഞാൽ 42 രൂപ, ആ റേഞ്ചിലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പാക്കേജിങ്ങിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം 500 ഗ്രാമിലാണ് അവർ മെഷർമെൻറ്റ് എടുക്കുന്നത്, അതായത് അതിൻ്റെ തൂക്കം വെയിറ്റ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പാക്കേജിങ് 500 ഗ്രാമിൽ ഒരു 1 ഗ്രാമോ 2 ഗ്രാമോ കൂടുതലാണെങ്കിൽ അത് 1 kgയുടെ റേറ്റ് ആയിരിക്കും വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പാക്കേജിങ് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മൾ 1 kg 1 kg ആണെങ്കിൽ നമ്മൾ അതിലൊരു എത്ര 1-2 ഗ്രാം കൂടിയാലും അത് നെക്സ്റ്റ് വെയിറ്റിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഇപ്പം 500 ഗ്രാമിൽ താഴെ നിർത്താൻ ശ്രദ്ധിക്കുക. അപ്പം 500 ഗ്രാമിൻ്റെ ആ ഒരു വെയിറ്റേ വരത്തുള്ളൂ, അതിന് ചാർജ് ചെയ്യത്തുള്ളൂ. അതുപോലെ 1 kg ആണെങ്കിലും നമ്മൾ 1 kgയിൽ താഴെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക പാക്കേജിങ്ങിൽ. അതായത് 950 ഗ്രാം 900 സംതിങ് ഗ്രാമിലൊക്കെ കൊണ്ട് നിർത്തുക. അതല്ല 1500 ആണെങ്കിലും അങ്ങനെയാണ് 500 ഗ്രാം വെച്ചിട്ടാണ് അതിൻ്റെ സ്കെയിൽ വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനോട് അവിടുത്തെ സ്റ്റാഫ് തന്നെ പറഞ്ഞ ഡീറ്റെയിൽസാണ്. നമ്മൾ പാക്കേജ് ചെയ്യുമ്പോഴത്തേനും അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ വന്നിട്ട് എല്ലാവരുടെ ഡൗട്ടാണ് സ്പീഡ് പോസ്റ്റും അതുപോലെ തന്നെ നോർമൽ പാഴ്സലും തമ്മിലൊരു ഡിഫറൻസ്. അപ്പോൾ സ്പീഡ് പോസ്റ്റിനും നോർമൽ പാഴ്സലും കസ്റ്റമർക്ക് കിട്ടുന്നതിന് വലിയ വ്യത്യാസമില്ലെന്നാണ് ഞാൻ അവിടെ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതായത് രണ്ടും ഏകദേശം വലിയ ഡിലേ ഇല്ലാതെ തന്നെ കിട്ടുന്നുണ്ട്, സ്പീഡ് പോസ്റ്റും പാഴ്സലും. അപ്പോൾ ഈ സ്പീഡ് പോസ്റ്റിൽ ഞാൻ പറഞ്ഞില്ല, ഔട്ട്സൈഡ് കേരള വരുമ്പോൾ നമ്മൾ പാക്കേജ് ചെയ്ത് കൊണ്ടുപോകരുത്. നമ്മൾ അവിടെ ചെന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചതിന് ശേഷം മാത്രമാണ് പാക്ക് ചെയ്യേണ്ടത്. പക്ഷേ നോർമൽ പാഴ്സലിന് അങ്ങനെ പ്രശ്നമില്ല, നമ്മൾ ഔട്ട്സൈഡ് കേരള അയച്ചാലും അങ്ങനെ പ്രശ്നമില്ല. പിന്നെ DTDCയുടെ വരുമ്പോൾ നമുക്ക് പ്രൈസിങ് വരുന്നത് നമ്മൾ kg വെയിറ്റ് നോക്കിയാൽ പോലും ആ ബോക്സിൻ്റെ വലിപ്പം ഉണ്ടല്ലോ, അതായത് നമുക്ക് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി ഡിഫറൻസ് വരും. ഇപ്പം ഞാൻ 1/2 കിലോ ഉള്ള ഒരു പാക്കേജിങ് ആണെങ്കിൽ തന്നെ അതിൻ്റെ ബോക്സിൻ്റെ വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 70 രൂപ വരെ ചാർജ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ 42 രൂപയ്ക്ക് അയക്കുന്ന അതേ ഐറ്റം നമ്മൾ DTDC ത്രൂ അയക്കുമ്പം 70 രൂപ ചാർജ് ചെയ്യും. അവരതിൻ്റെ മെഷർമെൻറ്റ് വിഡ്ത്തും ഹൈറ്റും നോക്കിയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബോക്സിൻ്റെ വലിപ്പം കുറച്ച് പാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. DTDC വഴി അയക്കുമ്പോൾ വലിയ പാക്കേജിങ് കൊടുക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ അതിലങ്ങനെ വ്യത്യാസമില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഞാനൊരു ഫ്രെയിമായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫ്രെയിമിൻ്റെ A4 ഫ്രെയിമാണ്, പക്ഷേ അത് പാക്കേജിങ് ചെയ്ത് തെർമോക്കോളൊക്കെ വെച്ച് പാക്ക് ചെയ്ത് വന്നപ്പോൾ വലിയൊരു സൈസ് വന്നു. അതായത് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ നല്ല രീതിയിൽ വ്യത്യാസം വന്നു. കാര്യം ഒരൊറ്റ ഫ്രെയിമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഗ്ലാസ് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ തെർമോക്കോളൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അത് അയച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേനും അവർ പറയും അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ മെഷർ ചെയ്തപ്പോഴത്തേനും 150 രൂപയായി. അപ്പോൾ നമ്മൾ കസ്റ്റമറിനോട് ഓൾറെഡി ചിലപ്പം 70 ഒക്കെ ആണ് ഷിപ്പിംഗ് ചാർജ് വാങ്ങാറുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് അടക്കി അയച്ചു ചെയ്തിട്ടുണ്ട്. പിന്നെ ഷിപ്പിങ്ങിൽ നിന്ന് നമ്മൾ ബാർഗൈൻ ചെയ്താൽ അവർ തരണമെന്നില്ല. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്താലും അവരത് ചിലപ്പോൾ പേ ചെയ്യണമെന്നില്ല. നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് ആദ്യം തന്നെ വാങ്ങുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. DTDC ത്രൂ അയക്കുമ്പോൾ ബോക്സിൻ്റെ വലിപ്പം മാക്സിമം ചെറുതാക്കി അയക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചാർജ് വല്ലാതെ നമുക്ക് കൂടുതൽ വരും. അതുപോലെ ഓരോന്നൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അത് ബോക്സിൻ്റെ വലിപ്പം ചെറുതാക്കിയിട്ട് അത് അങ്ങനെ സെറ്റ് ചെയ്ത് അയക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഫ്രെയിമൊന്നും അങ്ങനെ നടക്കത്തില്ല, നമുക്ക് ഒരൊറ്റ വലിപ്പമാണല്ലോ ഫ്രെയിമിന് വരുന്നത്. അപ്പോൾ ഫ്രെയിമിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതെല്ലാം ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾ വിഡ്ത്തും ഹൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റ് കൂട്ടിക്കൊണ്ട് അതിൻ്റെ ബോക്സിൻ്റെ വലിപ്പം ചെറുതാക്കി അങ്ങനെ അയക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ പോസ്റ്റ് ഓഫീസിൽ ഈ ഒരു പ്രശ്നമില്ല, വെയിറ്റ് മാത്രമാണ് മെഷർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പാക്കേജിങ് ഒക്കെ വലിയ പാക്കേജിങ് വന്നാൽ പോലും അതിൻ്റെ വെയിറ്റാണ് അവർ നോക്കിയിട്ട് പറയുന്നത്. അപ്പം ഒരു 1 kg 900 ഗ്രാമൊക്കെ വന്നാലും 80 രൂപയെ വരുന്നുള്ളൂ. പിന്നെ നല്ല രീതിയിൽ തെർമോക്കോള് അതുപോലെ തന്നെ ബബിൾ റാപ്പറൊക്കെ ഇട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മൾ കാർബോർഡ് മാക്സിമം യൂസ് ചെയ്താൽ വെയിറ്റ് കൂടും. അപ്പം ഞാൻ കൂടുതൽ തെർമോക്കോൾ ഇട്ടിട്ടാണ് പാക്കേജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് അധികം നിൽക്കത്തില്ല, നമ്മുടെ പ്രോഡക്റ്റ് നല്ല സേഫായിട്ട് കസ്റ്റമർക്ക് കിട്ടുകയും ചെയ്യും. അത് പൊട്ടത്തോ ഡാമേജ് ഒന്നും വരാതെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ DTDC ആണോ പോസ്റ്റ് ഓഫീസ് ആണോ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ തന്നെ പോസ്റ്റ് ഓഫീസ് തന്നെയാണ് എപ്പോഴും ബെറ്റർ.
ഈവൻ പ്രൈസ് റേഞ്ചിലാണെങ്കിലും കസ്റ്റമർക്ക് എന്താ ബൈ ഹാൻഡ് ഡെലിവറി ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും പോസ്റ്റ് ഓഫീസ് തന്നെയാണ് ബെറ്റർ. അത് ഒരുപാട് പേര് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, റിവ്യൂ പറയുന്നുണ്ട്. അപ്പോൾ DTDC നമുക്ക് ചില കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് പറയും DTDC വഴി അയച്ചാൽ മതി, ഇനിയിപ്പോൾ നെക്സ്റ്റ് തൊട്ടടുത്ത് DTDC ഓഫീസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പ്രൈസ് ഡിഫറൻസ് ഇതാണ്. DTDC ആണ് എപ്പോഴും കൂടുതലായിട്ട് നിൽക്കുന്നത് പ്രൈസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും റിവ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെയൊക്കെ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുക. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ അയക്കാൻ പോകുമ്പം ഞാൻ 2 രീതിയിൽ അയച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ വേറൊരു രീതിയിലൂടെ അയച്ചിട്ടുണ്ട്, അതുകൂടെ നിങ്ങളോട് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ത്രൂ അയച്ചിട്ടുണ്ട്, KSRTC വഴി. അപ്പോൾ KSRTC വഴി അയക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എത്രയും പെട്ടെന്ന് കിട്ടും. ചിലപ്പോൾ സെയിം ഡേ തന്നെ സാധനം കയ്യിൽ കിട്ടും, അതല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കിട്ടും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ അയച്ചിട്ടുണ്ട്. അതായത് ഫ്രെയിമുകളൊക്കെ, അതായത് ഗ്ലാസ് ഫ്രെയിമുകളൊക്കെ നമ്മൾ KSRTC വഴി അയക്കുമ്പം ആദ്യം ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം അയക്കാൻ പോകുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് കൊണ്ടുപോകണം. നമ്മുടെ ആധാർ കാർഡ് ഫോൺ നമ്പർ 1 ടൈം അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫോൺ നമ്പർ പറയുമ്പോഴത്തേനും അവിടെ ആ ഡീറ്റെയിൽസ് വരും. അപ്പോൾ നമ്മൾ സാധാരണ കൊറിയർ അയക്കുന്ന പോലെ തന്നെ നമ്മൾ അഡ്രസ്സ് ഫ്രമും ടു ഒക്കെ വെച്ചിട്ട് പാക്ക് ചെയ്തിട്ട് തന്നെയാണ് KSRTC വഴി അയക്കുന്നത്. ഇവിടെ നല്ല ചാർജ് കൂടുതലുണ്ട് കേട്ടോ. അപ്പം KSRTC വഴി അയക്കുമ്പം നമ്മൾ ഫ്രെയിമൊക്കെ ആണെങ്കിൽ ഡ്രൈവർ ബാക്ക് സീറ്റിലായിട്ടാണ് വെക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ അത് ആ ഡിപ്പോ, അതായത് KSRTC ഡിപ്പോ ചിലപ്പം ഈ പാഴ്സലിൻ്റെ ഓഫീസ് പാഴ്സൽ എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിപ്പോകളുണ്ട്. അപ്പം നിങ്ങൾ ഈ അഡ്രസ്സ് കൊണ്ട് കാണിക്കുമ്പം അവിടെ ചെക്ക് ചെയ്തിട്ട് ചോദിച്ചിട്ട് മാത്രം അയക്കുക, അല്ലെങ്കിൽ കസ്റ്റമർ പോയി കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അത് എടുക്കോ ഇല്ലയോ നമ്മുടെ ആ പിൻകോഡ് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം അയക്കുക. കസ്റ്റമർക്കും കൺവീനിയൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം അയക്കുക. അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒത്തിരി ദൂരെയുള്ള സ്റ്റാൻഡിലായിരിക്കും അത് ചെല്ലുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ആധാർ കാർഡ് ഫസ്റ്റ് ടൈം കൊണ്ടുപോകണം കേട്ടോ. പിന്നെ അവിടെ QR കോഡൊക്കെ ഉണ്ട്, നമുക്ക് പേയ്മെൻറ്റ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതും 72 രൂപയാണ് ഏറ്റവും കുറഞ്ഞ ചാർജ് വരുന്നത്. ചിലപ്പോൾ അന്ന് തന്നെ വൈകിട്ട് ഉച്ച കഴിഞ്ഞ് രാവിലെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അന്ന് ഉച്ച കഴിഞ്ഞത്തെ ദിവസം ഉണ്ടെങ്കിൽ ആ ബസ്സിൽ കയറ്റി വിടും. പക്ഷെ ട്രാക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അവരുടെ ഓഫീസിൽ കണക്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ട്രാക്കിങ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതല്ലാതെ നമുക്ക് സിസ്റ്റം വഴി ട്രാക്കിംഗ് ഒന്നും ഇല്ല, നെറ്റ് ത്രൂ ഒന്നും ട്രാക്കിംഗ് ഇല്ല. പക്ഷേ സ്ലിപ്പ് അവർ തരും. പിന്നെ പിറ്റേ ദിവസം കസ്റ്റമറോട് പോയി കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പം അതും കുഴപ്പമില്ല, പക്ഷേ റേറ്റ് നല്ല കൂടുതലാണ്. ഇപ്പോൾ കസ്റ്റമർക്ക് അന്ന് തന്നെ വേണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ട് ഞാൻ കോട്ടയത്ത് നിന്ന് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില എന്താ പറയുക, നമ്മൾ അയക്കാൻ ചെല്ലുന്ന സമയവും അവരത് കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മറ്റുള്ള കൊറിയേഴ്സ് പോലെ വാങ്ങി വെച്ചിട്ട് പിറ്റേ ദിവസം ഹോൾഡ് ചെയ്ത് വെക്കുന്ന പരിപാടിയില്ല. അപ്പം അവരത് ബുക്ക് ചെയ്യാൻ നേരം ആ ഡിപ്പോ അവിടെ ഓപ്പൺ ആണോ അത് എന്ന് നോക്കിയിട്ടാണ് അയക്കുന്നത്. അപ്പോൾ എനിക്കൊരു പ്രാവശ്യം ഇങ്ങനെ അയക്കാൻ ചെന്നപ്പോഴും കോതമംഗലമാണെന്ന് തോന്നുന്നു, ഏതോ ഒരു ഡിപ്പോയിൽ ഞാൻ അയക്കാൻ ചെല്ലുമ്പം അതൊന്നും അവിടെ ഓപ്പൺ അല്ല. അപ്പോൾ അവർ പറഞ്ഞു അത് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല, പിറ്റേ ദിവസം രാവിലെ വരാൻ പറഞ്ഞു. അങ്ങനെയുണ്ട്. പിന്നെ സൺഡേയും കിട്ടത്തില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് സെയിം ഡേ തന്നെ ഡെലിവറി ചിലപ്പോൾ ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കസ്റ്റമറോട് പോയി കളക്ട് ചെയ്യും. ഞാൻ മിക്കവാറും നെക്സ്റ്റ് ഡേ പോയി കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോഴത്തേന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കൊറിയർ അയച്ചാൽ എന്തായാലും 3 days വരും. 3 days. പിന്നെ DTDC ആണ്, ഇന്ത്യ പോസ്റ്റ് ആണെങ്കിലും അത്രയും ഡേയ്സ് വരും. അപ്പം ഞാൻ ഇതുപോലെ KSRTC വഴി അയച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ പോയി കളക്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ട്രിവാൻഡ്രം അയക്കണമെങ്കിൽ കൊല്ലത്ത് പോയിട്ട് അവിടെ നിന്നാണ് കൊല്ലം ഡിപ്പോയിൽ നിന്നാണ് ട്രിവാൻഡ്രത്തോട്ട് പോകുന്നത്. അപ്പോൾ കോട്ടയത്ത് നിന്ന് അയക്കുമ്പോൾ അങ്ങനെയാണ്, വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ KSRTC വഴി അയക്കാറുള്ളൂ. കാരണം കസ്റ്റമർക്ക് തൊട്ടടുത്ത് KSRTCയുടെ ഏത് ഡിപ്പോ ആണോ ഉള്ളതെന്ന് നമുക്കറിയത്തില്ല, അവർക്ക് അറിയത്തുള്ളൂ. ചിലപ്പോൾ അവരുടെ ആ ഡിപ്പോയിൽ ചിലപ്പം പാഴ്സൽ ഫെസിലിറ്റി കാണണമെന്നില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരെ കൊണ്ട് KSRTC വഴി അയക്കരുത്. അവർക്ക് അഡ്രസ്സ് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ കസ്റ്റമറെ വിളിച്ച് ആ ഡിപ്പോയിൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് മാത്രം അയക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 പാഴ്സൽ സർവീസ് വഴിയാണ് ഞാൻ അയച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇന്ത്യ പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.